ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി A to Z കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റാ ട്രേഡർ 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് കഴിയും, എങ്ങനെ ഒരു കറൻസി പെയർ മേടിക്കാം, വിൽക്കാം, പ്രോപ്പറായിട്ട് എങ്ങനെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യണം, ടേക്ക് പ്രോഫിറ്റ് പ്ലേസ് ചെയ്യണം, പ്രാക്ടിക്കലി തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട്ബുക്കും പെന്നും കയ്യിലെടുത്ത് വയ്ക്കുക, എന്തെങ്കിലും നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് എഴുതി തന്നെ മുന്നോട്ട് പോവുക. കൂടാതെ നിങ്ങൾക്ക് ഇത് പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ച് ആ ഒരു ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ആകാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ആ ഒരു ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ മെറ്റാ ട്രേഡർ 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ഒരു മെറ്റാ ട്രേഡർ 5 ഏറ്റവും താഴ്ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കോഡ്സ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡ് എന്നൊരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും താഴെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിൽ കോഡ്സ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് ഇഷ്ടമുള്ള കറൻസി പെയറുകളെ ആഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന സ്ഥലത്തെയാണ് നമ്മൾ കോഡ്സ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ഇഷ്ടമുള്ള കറൻസി പെയറുകളെ ആഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന സ്ഥലമാണ് കോഡ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കറൻസി പേഴ്സിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എനിക്ക് വേണ്ടത് XAU USD എന്ന് പറയുന്ന ഒരു പെയറാണ്. XAU USD റൈറ്റ് സൈഡിൽ ഏറ്റവും മേളിൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ XAU USD എന്നൊന്ന് സെർച്ച് ചെയ്യുക. XAU USD ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഗോൾഡ് വേഴ്സസ് US ഡോളർ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ഈ ഒരു പ്ലസ് ഐക്കൺ കണ്ടോ? ഈ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ബാക്ക് അടിച്ചാൽ മതിയാകും. നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് അത് ആഡ് ആയിട്ടുണ്ടാവും. ഏറ്റവും താഴെ നോക്കുവാണെങ്കിൽ XAU USD ആഡ് ആയിട്ടുണ്ട്. നേരെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത് ഇതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഓരോ കറൻസി പെയറുകളുടെയും എക്സ്ചേഞ്ച് റേറ്റ് ആണ് നമുക്ക് നേരെ റൈറ്റ് സൈഡിൽ കാണിക്കുന്നത്. രണ്ട് പ്രൈസ് കാണിക്കും. ഒന്ന് ബിഡ് പ്രൈസും ഒന്ന് ആസ്ക് പ്രൈസും ആണ്. നമ്മൾ സ്പ്രെഡ് പഠിച്ച സമയത്ത് എന്താണ് ബിഡ് പ്രൈസ് എന്നും എന്താണ് ആസ്ക് പ്രൈസ് എന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. ഒന്നേന്ന് പ്രോപ്പറായിട്ട് കണ്ടു വന്നാൽ മാത്രമേ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബിഡ് പ്രൈസ് എന്നും എന്താണ് ആസ്ക് പ്രൈസ് എന്നും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഡ് പ്രൈസും ആസ്ക് പ്രൈസും ആണ് കാണിക്കുന്നത്. വലിയ വ്യത്യാസം വരത്തില്ല, ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കറൻസി പെയറുകളെ ആഡ് ചെയ്ത് വെക്കാൻ കഴിയുന്ന സ്ഥലമാണ്. ഇനി ചാർട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള പോർഷനാണ്. ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇനി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. തൽക്കാലം ഇത് വിട്ടേക്കുക. അടുത്ത് നമ്മൾ പോകുന്നത് നേരെ ട്രേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ്. ഇവിടെയാണ് നമ്മൾ എടുക്കുന്ന ഓരോ ട്രേഡ്സും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. കൂടാതെ നമ്മുടെ അക്കൗണ്ടിൻ്റെ ബാലൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് ട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ്. ഇനി തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി, അതായത് ഇതിന് മുന്നേ ഞാൻ എടുത്തിട്ടുള്ള ഓരോ ട്രേഡ്സും എനിക്ക് ഹിസ്റ്ററിയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ 2 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. XAU USD ഒരു ബൈ ട്രേഡും XAU USD ഒരു സെൽ ട്രേഡും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ലാഭമാണോ നഷ്ടമാണോ അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിലായിരിക്കും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമുക്കൊരു കറൻസി പെയർ മേടിക്കാൻ കഴിയുന്നത് എന്നൊന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി നേരെ എന്ത് ചെയ്യാം? ആദ്യം കോഡ്സിലേക്ക് വരിക. നേരെ കോഡ്സിലേക്ക് വരിക. ഞാനിവിടെ XAU USD എന്ന് പറയുന്ന ഒരു കറൻസി പെയറാണ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? XAU USD ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനൊരു വിൻഡോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ന്യൂ ഓർഡർ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ന്യൂ ഓർഡർ. അപ്പോൾ ഈ ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഓർഡർ വിൻഡോയിലേക്കാണ്. ഇത്തരത്തിലൊരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു വിൻഡോയെ വിളിക്കുന്ന പേരാണ് ഓർഡർ വിൻഡോ. ഏറ്റവും മേളിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും മേളിൽ മാർക്കറ്റ് എക്സിക്യൂഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന്. എന്തായിരുന്നു? നിലവിലുള്ള വിലയ്ക്ക് തന്നെ ഒരു കറൻസി പെയർ മേടിക്കാനോ വിൽക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് എക്സിക്യൂഷൻ എന്ന ഓർഡർ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിച്ച ബാക്കിയുള്ള ഓർഡർ ടൈപ്പ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ബൈ ലിമിറ്റ് ഉണ്ട്, സെൽ ലിമിറ്റ്, ബൈ സ്റ്റോപ്പ്, സെൽ സ്റ്റോപ്പ് പോലുള്ള എല്ലാ ഓർഡർ ടൈപ്പും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. തൽക്കാലം നമുക്ക് ആദ്യം മാർക്കറ്റ് എക്സിക്യൂഷനെ പറ്റി പ്രാക്ടിക്കലി ഒന്ന് വർക്കൗട്ട് ചെയ്ത് പഠിക്കാം. തൊട്ട് താഴെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ലോട്ട് സൈസ് ആണ് ചോദിക്കുന്നത്. 1.00 സ്റ്റാൻഡേർഡ് ലോട്ട്, മിനി ലോട്ട്, മൈക്രോ ലോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ലോട്ട് വേണം? XAU USD എന്ന് പറയുന്ന പെയറിൻ്റെ എത്ര ലോട്ട് വേണമെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റാൻഡേർഡ് ലോട്ടാണ് കിടന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? 0.01 ആക്കുക. അതായത് മൈക്രോ ലോട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒരു കാരണം വെച്ചാൽ ഹയർ ലോട്ട് പ്ലേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടില്ല. 0.01 യൂസ് ചെയ്ത് തന്നെ വർക്കൗട്ട് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് അറിയാതെ പോലും ഹയർ ലോട്ട് പ്ലേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. ഇപ്പോഴേ എന്ത് ചെയ്യുക? 0.01 തന്നെ പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി തൊട്ട് താഴെ നോക്കുവാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കാണാം കേട്ടോ. 4787 എന്നും തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിൽ 4788 എന്നൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. 2 എക്സ്ചേഞ്ച് റേറ്റ് കാണുന്നുണ്ട്. ഒന്ന് ബിഡും ഒന്ന് ആസ്ക് പ്രൈസും ആണ്. ഏതെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാകും. മാർക്കറ്റ് എക്സിക്യൂഷൻ എന്താ? നിലവിലുള്ള വിലയ്ക്ക് നമുക്ക് കറൻസി പെയർ മേടിക്കാൻ വേണ്ടിയിട്ടാണ്.
ഏറ്റവും താഴെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബൈ മാർക്കറ്റും കാണാം, അതുപോലെ തന്നെ സെൽ ബൈ മാർക്കറ്റും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം മാർക്കറ്റ് എക്സിക്യൂഷനിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. XAUSD എന്ന് പറയുന്ന ഈ ഒരു പെയറിൻ്റെ 0.01 ലോട്ട് ബൈ എടുക്കാൻ മാർക്കറ്റ് എക്സിക്യൂഷനിൽ ഒരു ബൈ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ 4788 നിലവിലുള്ള വില. ഈ വിലയെക്കാളും കുറഞ്ഞ വിലയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ബൈ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 4700 എൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നു. ഇനി ടേക്ക് പ്രോഫിറ്റ്, ഈ നിലവിലുള്ള വില മേളിൽ കാണുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റിനെക്കാളും കൂടിയ വിലയാണ് നമ്മൾ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ 5000 രൂപ കൊടുക്കുന്നു. 5000 കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ബൈ മാർക്കറ്റ് എന്ന താഴത്തെ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്, ഡൺ കൊടുക്കുക. നമ്മൾ ഈ ട്രേഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റൺ ചെയ്യുന്നത് കാണാം. റെഡ് കളറിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ നഷ്ടത്തിലാണ്, ബ്ലൂ കളറിലാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റിലാണ് എന്നാണത് അർത്ഥമാക്കുന്നത്. ഇവിടെ എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റൺ ആകുകയാണ്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും 4700 നിങ്ങളുടെ ടേക്ക് പ്രോഫിറ്റ് 5000 നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഇപ്പോൾ ഏറ്റവും മേളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്, മാർജിൻ ഉണ്ട്, ഫ്രീ മാർജിൻ ഉണ്ട്. ഇതെന്താണ് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ബാലൻസ് എന്ന് പറയുന്നത് എൻ്റെ ടോട്ടൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ഇനി ഇക്വിറ്റി എന്ന് പറയുന്നത്, അതായത് ഇക്വിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് പ്രോഫിറ്റിലാണ് റൺ ചെയ്യുന്നത്. ബാലൻസ് പ്ലസ് ആ പ്രോഫിറ്റും കൂടെ കൂട്ടിയായിരിക്കും ആ ഇക്വിറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇപ്പോൾ എനിക്ക് നഷ്ടമാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഒരു $100 നഷ്ടമാണെങ്കിൽ ബാലൻസ് മൈനസ് $100 എന്ന രീതിയിലായിരിക്കും നമുക്ക് ഇക്വിറ്റി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തൊട്ട് താഴെ മാർജിൻ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ 0.01 ലോട്ട് എടുക്കാനായിട്ട് മാർജിൻ ആയിട്ടുള്ളത് $47.89 ഇവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്ക് ഈ 0.01 ലോട്ട് XAUUSD എന്ന് പറയുന്ന പെയർ എടുക്കാനായിട്ട് ആയിട്ടുള്ളത് $47.89 ഫ്രീ മാർജിൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത് പോയിട്ട് ബാലൻസ് എത്ര ഉണ്ടെന്നാണ് ഫ്രീ മാർജിൻ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ എടുത്ത ട്രേഡിന് $47.89 ആയിട്ടുള്ളത്. ഈ ട്രേഡിൻ്റെ ആ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിൽ പോയിട്ട് ബാലൻസ് എത്ര ഉണ്ടെന്നാണ് ഇവിടെ ഫ്രീ മാർജിനിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പ്ലേസ് ചെയ്തത് നമ്മുടെ ബൈ ഓർഡർ ആണ് അല്ലേ. ഞാൻ ബൈ മാർക്കറ്റ് കൊടുത്ത് ഒരു മാർക്കറ്റ് എക്സിക്യൂഷനിൽ ബൈ ഓർഡർ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സെൽ ഓർഡർ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. നേരെ കോട്ട്സിലേക്ക് വരിക. ഞാനിവിടെ XAUSD ഒന്ന് സെലക്ട് ചെയ്യുവാണ്, ന്യൂ ഓർഡർ ക്ലിക്ക് ചെയ്യുവാണ്. ഇവിടെ 0.01 ലോട്ട് തന്നെയാണ് മാർക്കറ്റ് എക്സിക്യൂഷനിൽ തന്നെയാണ് പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, സെൽ ഓർഡർ എടുക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോഴുള്ള വിലയേക്കാളും കൂടിയ വിലയിലാണ് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, 5000 എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്യേണ്ടത് എന്താണ്, നിലവിലുള്ള വിലയേക്കാൾ ഇപ്പോൾ ഉള്ള എക്സ്ചേഞ്ച് റേറ്റിനേക്കാളും കുറഞ്ഞ വിലയിലാണ് എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഒരു 4000 രൂപ എൻ്റെ ടേക്ക് പ്രോഫിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താഴെ സെൽ ബൈ മാർക്കറ്റ് കൊടുക്കുക. എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ലാഭവും നഷ്ടവും റൺ ചെയ്യുന്നുണ്ട്. ഒരു ബൈ ഓർഡറും ഒരു സെൽ ഓർഡറുമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഇൻഡിവിജ്വലി ഓരോ ട്രേഡിൻ്റെ നഷ്ടവും ലാഭവും നേരെ റൈറ്റ് സൈഡിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇൻഡിവിജ്വലി ഓരോ ട്രേഡിൻ്റെയും നഷ്ടവും ലാഭവും നേരെ റൈറ്റ് സൈഡിലും ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏറ്റവും മേളിൽ ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഏറ്റവും മേളിലും, അതേസമയം ഇൻഡിവിജ്വലി ഓരോ ട്രേഡിൻ്റെ നഷ്ടവും ലാഭവും നേരെ എന്ത് ചെയ്യാം, ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കറൻറ്റ്ലി നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ട്രേഡ് ക്ലോസ് ആകും, അല്ല എങ്കിൽ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് ക്ലോസ് ആകുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് മാനുവലി ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യണമെന്ന് കരുതുക. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക. സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് മാർക്കുള്ള ഒരു ഐക്കൺ കാണാം. രണ്ടാമത് കാണുന്നതാണ് ഒരു ടിക്ക് മാർക്കുള്ള ഐക്കൺ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെ ക്ലോസ് വിത്ത് ലോസ്, അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ ടേക്ക് പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മാനുവലി ഇപ്പോൾ തന്നെ ആ ട്രേഡ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ക്ലോസ് വിത്ത് ലോസ്, ഞാൻ നഷ്ടത്തിനാണുള്ളത്, അതുകൊണ്ട് തന്നെ ക്ലോസ് വിത്ത് ലോസ് ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ ഓർഡർ എക്സിറ്റ് ആയി, എൻ്റെ ട്രേഡ് കംപ്ലീറ്റ്ലി അവിടെ ക്ലോസ് ആയി. നഷ്ടത്തിൽ റൺ ചെയ്തിട്ടുള്ള ട്രേഡ് ഞാൻ എന്ത് ചെയ്തു, മാനുവലി ഇപ്പോൾ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ ആദ്യം പ്ലേസ് ചെയ്തിട്ടുള്ള എൻ്റെ ബൈ ഓർഡർ റണ്ണിങ് ആണ്, പ്രോഫിറ്റിലേക്ക് റൺ ചെയ്യുവാണ്. അറൗണ്ട് ഇപ്പോൾ ഒരു $4 പ്രോഫിറ്റ് റൺ ചെയ്യുവാണ്. ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണുന്നുണ്ടല്ലോ, പെൻസിലിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസിനെയും ടേക്ക് പ്രോഫിറ്റിനെയും നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ 4700 എൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ചേഞ്ച് ചെയ്തുകൊണ്ട് 4500 ആക്കുന്നു. ഓക്കെ, ഞാനിവിടെ 4500 ആക്കിയിട്ടുണ്ട്. അതിനുശേഷം താഴെ ഈ മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആകുന്നത് കണ്ടോ. ഇപ്പം 4500 എൻ്റെ സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് ആയിക്കോട്ടെ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങളിപ്പോൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരെ ഇപ്പോൾ കോട്ട്സിലേക്ക് വരുന്നു.
അവിടെ XAUSD ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ഓർഡർ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ മാർക്കറ്റ് എക്സിക്യൂഷൻ ആണ് 0.01 ലോട്ടാണ്. നിങ്ങൾ വയ്ക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് കരുതുക. അതായത് ഞാനിപ്പോൾ ബൈ ആണ് പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് എന്ത് വേണം? നിലവിലുള്ള വിലയേക്കാളും കുറഞ്ഞ വിലയിൽ വേണം. പക്ഷേ ഞാൻ കൂടിയ വില വയ്ക്കുന്നു, 5000 കൊടുക്കുന്നു. ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിലോ ഞാൻ കൊണ്ടുവയ്ക്കുന്നത് ഒരു 2000-ലാണ് എന്ന് കരുതുക. ബൈ ഓർഡറാണ് ഞാൻ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ തലതിരിച്ച് മിസ്റ്റേക്ക് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ തെറ്റിച്ചാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഒന്ന് ബൈ ക്ലിക്ക് ചെയ്യുവാണ്, ബൈ മാർക്കറ്റ് കൊടുക്കുകയാണ്. കണ്ടോ, ഇൻവാലിഡ് എന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇൻവാലിഡ് എന്നായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക നമ്മൾ സെറ്റ് ചെയ്തതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അത് മോഡിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും MetaTrader 5 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്കൊരു കറൻസി പെയർ മേടിക്കണം, വിൽക്കണം, സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടേക്ക് പ്രോഫിറ്റ് പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടിക്കലി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വർക്കൗട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കറ്റ് എക്സിക്യൂഷൻ വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്ത് ഓക്കെ ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ ഈ പറഞ്ഞ രീതിയിൽ ബൈ ലിമിറ്റും സെൽ ലിമിറ്റും ബൈ സ്റ്റോപ്പ് സെൽ സ്റ്റോപ്പ് എല്ലാ ഓർഡേഴ്സും പ്രാക്ടിക്കലി നമുക്ക് വർക്കൗട്ട് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക. എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.